മണ്ണിനെയും മനുഷ്യനെയും മാറോട് ചേർത്ത് കാലം തീർക്കുന്ന കഥകളാണ് നാം ഒരുപക്ഷെ ചരിത്രം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിനും ഈ ഭൂമിക്കും ഓരോ ചരിത്രം ഉള്ളതുപോലെ മഞ്ഞപ്ര നാടിനും തട്ടുപാറ പള്ളിക്കുമുണ്ട് ഒരു ചരിത്രം. ഹരിതാഭയമുള്ള മൊട്ടക്കുന്നുകളും കൃഷിയിടങ്ങളും വടക്ക് കിഴക്ക് മലനിരകളാൽ ചുറ്റപ്പെട്ട മഞ്ഞപ്പാറ എന്ന പ്രദേശം കാലക്രമത്തിൽ വാക്കുകൾ ലോപിച്ച് മഞ്ഞപ്രയായി തീർന്ന ചരിത്രത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ചിരപുരാതനമായ പ്രസിദ്ധ അങ്കമാലിക്കും മർത്തോമാശ്ലീഹയുടെ പാദസ്പർശനമേറ്റ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ക്രൈസ്തവ കേന്ദ്രമാണ് മഞ്ഞപ്ര. ചരിത്രമുറങ്ങുന്ന മലയാറ്റൂർ മലയുടെ ഓരം ചേർന്ന് തട്ടുകളായി മലയിടുക്കുകളാൽ മനോഹരമായ പാറകളാൽ ഉയർന്നു നിൽക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് തട്ടുപാറ. മഞ്ഞപ്ര ഫൊറോനയിലെ മേരിഗിരി ഇടവകയുടെ കീഴിലാണ് തട്ടുപാറ പള്ളി. AD 52 ക്രിസ്തുശിഷ്യനായ മർത്തോമാശ്ലീഹ കൊടുങ്ങല്ലൂരിൽ വന്നെത്തി കെട്ടുവള്ളത്തിൽ യാത്ര ചെയ്ത് അന്നത്തെ പാണ്ഡികശാലയായ അങ്കമാലിയിലെ അങ്ങാടിക്കടവിൽ എത്തിയത്രേ. അങ്ങാടിക്കടവിൽ നിന്നും കാൽനടയായി മലയാറ്റൂർ മലയിൽ എത്തി. ഏതാനും നാൾ അവിടെ ചെലവഴിച്ചതിനു ശേഷം അദ്ദേഹം തട്ടുപാറയിലെ ഗുഹയിൽ വിശ്രമിച്ചതായും മലയാറ്റൂരിൽ നിന്നുള്ള പാണ്ഡ്യരാജ്യമായ തമിഴ്നാട്ടിലേക്ക് പോയെന്നും അവിടെ വെച്ച് ശൂലത്താൽ കുത്തപ്പെട്ട് മരിച്ചുവെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ പരമ്പരാഗത വിശ്വാസമാണ്. ആദ്യകാലങ്ങളിൽ പാണ്ഡ്യരാജ്യത്തിലേക്കുള്ള സഞ്ചാരമാർഗം മലയാറ്റൂർ മലയിലൂടെ കടന്നുപോകുന്ന ഒട്ടകപാത തട്ടുപാറ വഴിയായിരുന്നുവെന്നും ട്രാവൻകൂർ മാനുവൽ എന്ന ചരിത്ര ഗ്രന്ഥം ശരിവെക്കുന്നുണ്ട്. AD 1384 പറവൂർ രാജകുടുംബാംഗമായ കുഞ്ഞൻ നമ്പുരാൻ മഞ്ഞപ്ര വന്ന് താമസമാക്കി. ക്രിസ്ത്യാനികൾ തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്കായി അങ്കമാലി കിഴക്കേ പള്ളി വരെ കാൽനടയായി പോകുന്നത് കണ്ട് അലിവ് തോന്നിയ തമ്പുരാൻ AD 1401 മഞ്ഞപ്രയിൽ വിശുദ്ധ കുരിശന്റെ ദേവാലയം പണിതുയർത്തുകയും പള്ളി പറമ്പിനും പള്ളി അങ്ങാടിക്കും കരമൊഴിവാക്കി കൊടുക്കുകയും ചെയ്തതായി മഞ്ഞപ്ര പള്ളിയിലെ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മഞ്ഞപ്ര പള്ളിയുടെ അതേ വലിപ്പത്തിലാണ് തട്ടുപാറ പള്ളിയും പണി കഴിപ്പിച്ചത്. കല്ലും മണ്ണും തലച്ചുവടായി കൊണ്ടുവന്നതാണ് പള്ളി പണിതെന്ന് പഴമക്കാർ ഇന്ന് അഭിമാനത്തോടെ സ്മരിക്കുന്നു. പള്ളിയുടെ പ്രധാന കവാടത്തിലെ 3/7/1925 എന്ന ലിഖിതം പള്ളിയുടെ പഴക്കം വിളിച്ചോതുന്ന സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. തട്ടുപാറയെക്കുറിച്ച് പഴമക്കാർ ഓർമ്മയുടെ മണിച്ചെപ്പിൽ കാത്തു സൂക്ഷിച്ചിരുന്ന മറ്റൊരു വസ്തുതയാണ് ഇവിടത്തെ ഭജന പ്രാർത്ഥന. തട്ടുപാറയുടെ മനോഹരവും വിശാലവുമായ പാറപ്പുറത്ത് ഭജനമിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ പഴമക്കാർ പലരും കണ്ടിട്ടുണ്ട്. പാണ്ഡ്യനാശാൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി താമസിച്ചിരുന്ന അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം മലയിറങ്ങി വന്ന് വീടുകളിൽ ഭിക്ഷാടനം നടത്തിയാണ് ജീവിച്ചിരുന്നത്. തോമാശ്ലീഹയുടെ കാൽപാദത്തിന് അരികിൽ ഒരു കൊല്ലത്തോളം അദ്ദേഹം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. അദ്ദേഹത്തിന് തോമാശ്ലീഹയുടെ ദർശനമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ക്രമേണ തോമാശ്ലീഹയുടെ കാൽപാദം കാണുവാനും പ്രാർത്ഥിക്കുവാനും എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. പ്രാർത്ഥിക്കാൻ എത്തുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങി. മലയാറ്റൂർ പള്ളി ചരിത്ര പ്രസിദ്ധമാകുന്നതിന് മുമ്പ് തോമാശ്ലീഹയുടെ പാദങ്ങൾ ആദ്യമായി വണങ്ങപ്പെട്ടതും പാറയിൽ പതിഞ്ഞ പാദമുദ്രകൾ തോമാശ്ലീഹയുടേതുമാണ് എന്ന് വിശ്വസിക്കപ്പെട്ടതും തട്ടുപാറയിലാണ്. വളരെ വ്യക്തവും കൃത്യവുമായ ഒരു കാൽപാദം പുരാതന കാലം മുതൽ ഇവിടെ വണങ്ങപ്പെട്ടിരുന്നു. ഒന്നിലേറെ പാദമുദ്രകൾ ഉണ്ടായിരുന്നെങ്കിലും കാലക്രമത്തിൽ അശ്രദ്ധമായ പരിചരണ മൂലം പലതും നഷ്ടപ്പെട്ടുപോയി. പുരാവസ്തു ഗവേഷകരുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട 3 രാജമുദ്രകൾ തട്ടുപാറ പള്ളിയുടെ ചുറ്റുമുണ്ട്.
മഞ്ഞപ്രയും സമീപ പ്രദേശങ്ങളും തിരുവിതാംകൂർ രാജാവിന്റെ കയ്യിലായിരിക്കെ അന്ന് ദിവാനായ സർ CP രാമസ്വാമി നേർച്ച ഇനത്തിൽ തട്ടുപാറയുടെ മുന്തിയ വരുമാനം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടാൻ തീരുമാനിച്ചുവെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ലീഗൽ സെക്രട്ടറിയായ നടവത്തുശ്ശേരി വക്കീലിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം ദിവാൻ തീരുമാനം മാറ്റുകയും പള്ളിവക വസ്തുക്കൾ അളന്ന് കൈവശാവകാശം നൽകുകയും ചെയ്യുന്നതിന്റെ രാജമുദ്രയായ 3 സംഘമുദ്ര പാറയിൽ പതിപ്പിച്ചു. ഈ പുണ്യസ്ഥലത്തിന്റെ പരിപാവനതയിലേക്ക് വെളിച്ചം വീശുന്ന അപൂർവ ചരിത്രശേഷിപ്പാണ് ഈ 3 രാജമുദ്രകൾ. മലയാറ്റൂർക്കുള്ള ഒട്ടകപ്പാതയിൽ തോമാസ് ലീഗ താമസിക്കുവാനും വിശ്രമിക്കുവാനുമായി ഉപയോഗിച്ച പൗരാണികമായ ഒരു ഗുഹ തട്ടുപാറ പള്ളിയുടെ ശ്രദ്ധാകേന്ദ്രമാണ്. ചരിത്രപ്രസിദ്ധമായ മലയാറ്റൂർ കുരിശുമുടിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കവും പാരമ്പര്യവുമുള്ളതാണ് തട്ടുപാറ സെന്റ് തോമസ് പള്ളിയുടെ ചരിത്രമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗികമായ ചരിത്രഗ്രന്ഥമായ ചരിത്രാവലോകം പേജ് 386 പറയുന്നു. ഒരു കാലഘട്ടത്തിൽ മലയാറ്റൂർ മലയെ പെരിയ മലയായും തട്ടുപാറയെ ചിന്ന മലയായും കണ്ട് നൂറുകണക്കിന് ഭക്തർ മല കയറിയിരുന്ന തട്ടുപാറ പള്ളി കാലക്രമത്തിൽ മറ്റുള്ളവരാൽ വിസ്മരിക്കപ്പെട്ടു. ആണ്ടുതോറും മഞ്ഞപ്ര പള്ളിയിൽ നിന്നും തട്ടുപാറയിലേക്ക് നടത്തുന്ന കുരിശിന്റെ വഴിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തിരുന്നത്. മേരിഗിരി പള്ളി വന്നതോടെ കുരിശിന്റെ വഴി മേരിഗിരി പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. ക്രിസ്തുവിന്റെ കാൽവരി യാത്രയുടെ യാതന സ്വൈത്തമാക്കി മരക്കുരിശുമേന്തി തട്ടുപാറയിലേക്ക് ദുഃഖവെള്ളിയാഴ്ച നടത്തുന്ന കാൽവരി യാത്രയിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. വലിയ നോമ്പിലെ 40-ാം വെള്ളിയാഴ്ച മഞ്ഞപ്പറ ഫൊറോനയിലെ എല്ലാ ഇടവകകളിൽ നിന്നും വൈദികരും ഇടവകാംഗങ്ങളും ഭക്തിപൂർവം നടത്തുന്ന തീർത്ഥയാത്ര തട്ടുപാറയിലെ പാറ പോലെ ഓരോ വിശ്വാസിയുടെ മനസ്സിൽ ദൈവിക വിശ്വാസം ദൃഢമാക്കുന്നു. മർത്തോമാ ശ്ലീഹായുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി തട്ടുപാറ മലയും പരിസരങ്ങളും ജനസാന്ദ്രമായി ഒരുങ്ങുന്ന ദിവസമാണ് തട്ടുപാറയിലെ പുതുഞാറാഴ്ച തിരുനാൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോമാസ് ശ്ലീഹയുടെ തിരുസ്വരൂപം കാണുവാനും വണങ്ങുവാനും പല ഇടവകളിൽ നിന്നും വിശ്വാസികൾ കടന്നുവരുന്നത് തട്ടുപാറ പള്ളിയുടെ ആത്മീയ മുന്നേറ്റത്തിന് വെളിച്ചം വീശുകയാണ്. വിശ്വാസം അതാണ് സർവസ്വം. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്നു. ആ പൈതൃക പെരുമഴയിൽ കടന്നുപോയ പഴയ തലമുറ പാറപ്പുറത്ത് തെളിച്ചു വെച്ച വിശ്വാസദീപം കെട്ടുപോകുകയോ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധ തോമാസ് ലീഹയുടെ മാധ്യസ്ഥ സഹായവും സംരക്ഷണവും ഉണ്ടാകട്ടെ. തോമാസ് ലീഹയുടെ പാദസ്പർശം കൊണ്ട് മഹനീയമായ തട്ടുപാറ പള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂർവികന്മാർ ചിന്തിച്ചിരുന്ന വിശ്വാസം പൂർവികർ പകർന്നു കൊടുത്ത തോമാസ് ലീഹയുടെ പാദസ്പർശം കൊണ്ട് മഹനീയമായ തട്ടുപാറ ദേവാലയത്തിൽ ഈ വരുന്ന ഏപ്രിൽ 8-ാം തീയതി 40-ാം വെള്ളിയാഴ്ച ആചരണം നടക്കുകയാണ്. മുരിങ്ങാടത്തുപാറ കപ്പേളിയിൽ നിന്ന് കുരിശിൻ്റെ വഴി മഞ്ഞപ്ര ഫൊറോനയിലെ എല്ലാ ഇടവുകളും ചേർന്നുകൊണ്ട് ആരംഭിച്ച് പള്ളിയുടെ മുകളിൽ എത്തി അവിടെ വിശുദ്ധ ബലിയും മറ്റ് തിരുക്കർമ്മങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ഏപ്രിൽ 24-ാം തീയതി ഞായറാഴ്ച പുതുഞായറാഴ്ച തിരുനാൾ അവിടെ ആഘോഷിക്കുക. ആ തിരുനാളിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എട്ടുനാടും കീർത്തി കേട്ട തട്ടുപാറ കുരിശു പള്ളി ഇമ്പമോടെ വാണരുളും തോമാസ് ലീഹായേ തകതകൃതൈ ഇമ്പമോടെ വാണരുളും തോമാസ് ലീഹായേ തകതകൃതൈ. എട്ടുനാടും കീർത്തി കേട്ട തട്ടുപാറ കുരിശു പള്ളി ഇമ്പമോടെ വാണരുളും തോമാസ് ലീഹായേ തകതകൃതൈ ഇമ്പമോ